സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. വീണ്ടും ഒരു അധ്യയന വർഷം കൂടി അവസാനിക്കാറായിട്ടും പുതിയ സ്കൂൾ കെട്ടിടം ഇനിയും അകലെ. കൊണ്ടോട്ടി കാഞ്ഞിരത്തിങ്ങൽ GMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ 3 വർഷത്തോളമായി മദ്രസയുടെ കെട്ടിടത്തിലാണ് പഠിക്കുന്നത്. 1 വർഷം കൊണ്ട് പുതിയ കെട്ടിടം ഒരുങ്ങുമെന്ന പ്രഖ്യാപനത്തിൽ പൊളിച്ചതാണ് അവരുടെ സ്കൂൾ കെട്ടിടം. നിർമ്മാണം പോലും ഇതുവരെ ആരംഭിക്കാത്തതിനാൽ മസ്ജിദ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ മദ്രസ കെട്ടിടത്തിൽ തന്നെ തുടരുകയാണ് കുട്ടികൾ. സർക്കാർ 2022 ആദ്യം 3 കോടി വെച്ചു. അതിനുശേഷം 2 കോടിയും കൂടി വെച്ചിട്ട് 5 കോടി രൂപ ഫണ്ട് ഇതിന് വെച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഓരോ ഘട്ടത്തിലും ഈ സ്കൂളിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ നൂലാമാലകളാണ് പുതിയതായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇതിനാദ്യം ഇതിൻ്റെ തൊട്ടടുത്തുള്ള വ്യക്തി കോടതിയിൽ പോയിട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നിയമ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയം കഴിഞ്ഞു. ശേഷം വന്നിട്ടുള്ള ആളുകൾ മണ്ണ് പരിശോധനയോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് അതും അവിടെ തടയപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിലവിൽ വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതേ കാലയളവിൽ തന്നെ കൊണ്ടോട്ടി മണ്ഡലത്തിൽ അല്ലെങ്കിൽ കൊണ്ടോട്ടി നഗരസഭക്കകത്തെ 3 or 4 സ്കൂളുകൾക്ക് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ട് ആ ഫണ്ടുകളൊക്കെ ഭംഗിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 3, 4, 5 കെട്ടിടങ്ങൾ നിർമ്മിച്ച സ്കൂളുകളടക്കമുണ്ട്. ഇപ്പോൾ മേലങ്ങാടി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളിൽ ഇതേ സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ VHS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ കെട്ടിടങ്ങൾ, ഈ ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടങ്ങളൊക്കെ 3, 5 കോടി രൂപകൾ ഫണ്ട് അനുവദിച്ചിട്ടാണ് സർക്കാരിൻ്റെ പദ്ധതികൾ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ കാന്തക്കാട് സ്കൂൾ GMUP സ്കൂളിലും ഇതേപോലെ തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ചിറയിൽചുങ്കം UP സ്കൂളിൽ ഇതേപോലെ തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 5 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ ഈ സ്കൂളിനോട് മാത്രം കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് വലിയ രീതിയിലുള്ള ഒരു വിവേചനമാണ് നമുക്ക് കാണാൻ വേണ്ടി. ഇതിന് പല ഘട്ടത്തിൽ ഇതിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട നിവേദനങ്ങളും അതുപോലെ തന്നെ പരാതികളും കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക ഭരണകൂടത്തിന് കൊടുക്കേണ്ട പരാതികളും നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട MLAക്ക് കൊടുക്കേണ്ട പരാതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷകർത്താ സമിതിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിയിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. 2022 ഓഗസ്റ്റ് 1 ഗാസിയാറാഗം മദ്രസ കെട്ടിടത്തിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റിയത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ 200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾ വരാനും പോകാനും വാഹന സൗകര്യം ഇതൊക്കെ പള്ളിമുറ്റമായതുകൊണ്ടും ആ മദ്രസ ഗ്രൗണ്ട് ആയതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എന്തും തന്നെ ആ പള്ളിമുറ്റത്ത് വെച്ച് ആ മദ്രസ മുറ്റത്ത് വെച്ച് നടത്താൻ നമുക്ക് കഴിയുന്നില്ല. അതിനെല്ലാം പ്രൈവറ്റ് സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകണം. ഗ്രൗണ്ടാണെങ്കിൽ 2 കിലോമീറ്റർ അപ്പുറം പോകണം ഒരു സ്പോർട്സ് നടത്താനുള്ള ഗ്രൗണ്ട് കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ആർട്സ് നടത്തണമെങ്കിലും 1-1.5 കിലോമീറ്റർ ദൂരെയുള്ള വൈദ്യർ സ്മാരകം, മോയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടിക്കാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ അവരുടെ പെർമിഷൻ കാത്തു നിൽക്കണം. എങ്കിൽ തന്നെയും അത് നമുക്ക് വേണ്ട രീതിയിൽ അവിടെയൊക്കെ ടൈം ലിമിറ്റാണ് നമുക്കുള്ളത്. എങ്കിലും നമ്മളൊരു ശബ്ദ കോലാഹലങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ശബ്ദ ബഹളത്തോട് കൂടിയിട്ടുള്ള ആൾ കൂടുമ്പോൾ ബഹളമുണ്ടാകുന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലും നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ അരക്ഷിതാവസ്ഥയിലാണ് ഈ സ്കൂളിലൂടെ പ്രവർത്തിക്കുന്നത്. അതിൽ നമുക്ക് രക്ഷിതാക്കൾ എന്ന നിലക്കും PTA പ്രസിഡന്റ് എന്ന നിലക്കും എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. സ്കൂളും AEO ഓഫീസും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ കെട്ടിട സമുച്ചയം പണിയുന്നതിനുള്ള പ്രപ്പോസലാണ് നിലവിലുള്ളത്. കെട്ടിടം പൊളിച്ചതല്ലാതെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഇതുവരെ തുടങ്ങാറായിട്ടില്ല. പലവിധ സാങ്കേതിക കുരുക്കുകളാണ് കാരണമായി പറയുന്നത്. രക്ഷിതാക്കളുടെ പ്രകടനം നഗരം ചുറ്റി സ്കൂൾ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് സംഗമിച്ചു. PWD കെട്ടിട വിഭാഗം ഓഫീസിലെത്തി പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ കുട്ടികൾക്ക് ഒരു സ്കൂളില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിലവിൽ നിൽക്കുന്നത്. 3 വർഷമായി കുട്ടികൾ മദ്രസ കെട്ടിടത്തിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങണമെന്നില്ല എന്നാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യമുള്ളത്. പിന്നെ കുട്ടികൾക്ക് ഒരു സ്പോർട്സ് വന്നാൽ ആർട്സ് വന്നാൽ ഇതിനൊന്നും ഒരു സൗകര്യമില്ല സ്കൂളിൽ. അവരൊരു 4 ചുമരിൻ്റെ ഉള്ളിലായിട്ടാണ് ഇപ്പോഴും കുട്ടികൾ നിൽക്കുന്നത്. ഒരു ബാത്റൂം ഇല്ല. ഒരു ബാത്റൂം സൗകര്യമായാലും ഇനി കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമായാലും ഒന്നും അവിടെ നിലവിലിപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് കുട്ടികൾ നേരിട്ടുകൊണ്ട് നിൽക്കുന്നത്. PTA പ്രസിഡന്റ് T. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ സാജിദ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ മുന്നാസ് പാർക്കിൽ, PTA വൈസ് പ്രസിഡന്റ് KT ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. എയർവൺ ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.